നമ്മുടെ യൂട്യൂബിന്റെ ഫസ്റ്റത്തെ റവന്യൂ നമുക്ക് കിട്ടി. ഇന്നലെ 14.5 കൊല്ലത്തോളമായി ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോ ഞാനപ്പോ കാനിക് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഒക്കെ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ എന്താണ് വീഡിയോ എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും നമ്മുടെ തമ്മിലുള്ളപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ യൂട്യൂബിന്റെ ഫസ്റ്റത്തെ റവന്യൂ നമുക്ക് കിട്ടി. ഇന്നല്ല, കുറച്ച് ദിവസം കിട്ടിയിട്ട്. അപ്പൊ ഒരു 4-5 ദിവസമായി കിട്ടിയിട്ടോടെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രീ ആയിട്ട് വേണം വീഡിയോ ചെയ്യാനാണ് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നത്. അപ്പൊ ഇപ്പോഴാണ് എന്റെ വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോ നമ്മുടെ ഒരു ഫസ്റ്റ് റവന്യൂ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് വലിച്ചു നീട്ടാനൊന്നും ഞാൻ നിൽക്കണില്ല. എന്നാലും ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ എത്തിയതും അതിന്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയാനാണ് നന്നത്തെ വീഡിയോയിൽ നിൽക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നേരെ നമ്മുടെ പുതിയ ഒരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ചേട്ടാ, അപ്പൊ നേരെ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോ ചിലപ്പോൾ ചിലർക്ക് ഭയങ്കര എന്താ പറയാ ലാഗടിപ്പിയെന്ന് തോന്നും. എന്നാലും ഇത് ഞാൻ എന്താ പറയാ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഷെയർ ചെയ്യണത് ഫുള്ള്. ഞാൻ എത്തിയതും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ ഏകദേശം യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 4 കൊല്ലത്തോളമായി യൂട്യൂബ് ശരിക്കും തുടങ്ങിയിട്ട്. ശരിക്കും ഞാൻ ഇതിലേക്ക് വരാനൊന്നും നിൽക്കേണ്ട ഒരാളൊന്നുമല്ല. ഞാൻ ചുമ്മാ ഇനി വണ്ടികളുടെ കാര്യം ആ ഒരു ഇഷ്ടവും പ്രാന്തൊക്കെ ഉള്ള കാരണം അതിന്റെ പിന്നാലെ നടക്കുന്നതും അപ്പൊ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തുടങ്ങി തന്നെ. എനിക്കിത് എന്താ പറയാ തുടങ്ങി തന്ന ഒരാളും എനിക്കൊരു ആളുണ്ടായിരുന്നു. ആളാണ് എനിക്കിത് തുടങ്ങി തന്നതും എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തതൊക്കെ. അപ്പൊ ഏകദേശം ഒരു 4 കൊല്ലത്തോളമായി ഇപ്പൊ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട്. 4.5 കൊല്ലത്തോളമായി ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോ ഞാനപ്പോ 2020 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 20 അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന്റെ ഇടയിൽ ഒരു കൊല്ലം വീഡിയോ ഇട്ടിട്ട് പിന്നെ ഒരു കൊല്ലം ബ്രേക്ക് വന്നു. പിന്നെ വീണ്ടും ഒരു കൊല്ലം വീഡിയോ ഇട്ടു. പിന്നെ വീണ്ടും ഒരു കൊല്ലം ബ്രേക്ക് ഒക്കെ വന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ബ്രേക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ എന്റെ ജോലി തിരക്കും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ടൈമിലേക്ക് ആയപ്പോഴാണ് വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ വീഡിയോസിന്റെ പിന്നെ നടക്കലും വ്ലോഗ് എടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു നിന്നത്. ആദ്യം ഞാൻ തുടങ്ങിയത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ നമ്മുടെ ഈ ബൈക്കിന്റെയും സ്കൂട്ടിയുടെ ഒക്കെ മെക്കാനിക് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഒക്കെ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് അറിയണ ഒരു ചേട്ടൻ ഗ്യാരേജ് ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ടൊക്കെ നമ്മള് ചുമ്മാ ഞാനാണെങ്കിലും ചുമ്മാ പോയി ഇരിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ചേട്ടനോട് ഇരുന്ന് ഞാനും ചിലപ്പോൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യം പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യാതിരിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അവിടുത്തെ ഒരു വ്ലോഗ് തുടങ്ങാം എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വണ്ടികളുടെ അതായത് സ്കൂട്ടിയുടെയും ബൈക്കിന്റെ ഒക്കെ മെക്കാനിക്കൽ വീഡിയോസ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് എന്റെ ഫസ്റ്റ് വീഡിയോസ് ഞാൻ ഇട്ട് തുടങ്ങുന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ഇട്ടിട്ട് പോയി. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ബൈക്കിന്റെ യൂസർ റിവ്യൂ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയി. പിന്നെ നമുക്ക് കണ്ടറിയും. പിന്നെ എപ്പിസോഡിന്റെ വീഡിയോസ് കിട്ടു തുടങ്ങി. നമ്മുടെ എപ്പിസോഡ് റിസ്റ്റോറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോസ് കുറെ ഇട്ട് തുടങ്ങി. അങ്ങനെ കുറച്ചധികം വീഡിയോസുകൾ കുറെ ഇട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാറിലേക്ക് എത്തി. കാറിലേക്ക് എത്തുന്ന ഏകദേശം ഒരു 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ്. അതായത് ഞാൻ വർക്ക് ചെയ്യണ ഓക്സിജനിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഞാനത് തുടങ്ങിയത്. എനിക്ക് അതിനിടയിൽ ഞാൻ ഒരു കൊല്ലം ബ്രേക്കും വന്നു. ലാസ്റ്റ് ടൈം ഒരു കൊല്ലം അത് വെച്ചാൽ എന്റെ ജോലിയുടെ തിരക്കും കാരണം എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റണേ. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈവൻ സൺഡേസ് ആണെങ്കിൽ പോലും എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ ബിസിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പോവാനുള്ള സമയം കിട്ടണില്ല. കംപ്ലീറ്റ്ലി ലോക്കാണ്. അപ്പൊ എനിക്കൊന്ന് വീടിന് എടുക്കാൻ പറ്റണമായിരുന്നില്ല. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തിരക്കുണ്ടെങ്കിലും ഞാനത് എനിക്ക് രണ്ടും കൂടി കൊണ്ടുപോകണം ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എന്താ പറയാ രണ്ടും ഒറ്റ ടൈമിൽ കൊണ്ടുപോകാന്ന് വെച്ചിട്ട് വീണ്ടും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ ഇടയിൽ ശരിക്കും 2 കൊല്ലം ബ്രേക്ക് വന്നിട്ട് എനിക്ക് ശരിക്കും 2 കൊല്ലം കൂടി ഞാനത് എഫേർട്ട് ഇട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും എനിക്കിപ്പോ ഉള്ള ഇതിനേക്കാൾ നല്ല അത്യാവശ്യം ഒരു എന്താ പറയാ കുറച്ച് സബും കാര്യം റീച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ വന്നേനെ കുറച്ചുകൂടി എഫേർട്ട് ഇടാണെന്നുണ്ടെങ്കിൽ. പക്ഷെ എല്ലാത്തിനും ഒരു സമയം ഉണ്ടെന്ന് പറയുന്ന പോലെ ഇപ്പോഴാണ് എന്റെ സമയം വന്നേന്ന് തോന്നുന്നു. അപ്പോ ഇപ്പൊ പറയുകയാണെങ്കിൽ അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും എന്റെ ചാനലിൽ ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ 2500 സംതിങ് ആണ് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അപ്പൊ ഞാനും ഭയങ്കര ഷോക്കായിരുന്നു. ഇതിക്ക് ഇട്ടു അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു കുറെ ആയാലാണ് ഇത് കിട്ടുള്ളൂ എന്നൊക്കെ ആയിരുന്നു എന്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ എന്താ പറയാ ദൈവത്തിന്റെ ഒരു ഇതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ. അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആകെ 2000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് അധികം ഉണ്ടെങ്കിലാണ് അല്ലെങ്കിൽ നല്ല സബ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതൊക്കെ എത്താൻ പറ്റുള്ളൂ എന്ന് എന്റെ ഒരു കാഴ്ചപ്പാട് എന്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ എന്താ പറയാ കുറെ വീഡിയോസ് ഇട്ടു. അങ്ങനെ എന്താ പറയാ ലാസ്റ്റ് ഇതെല്ലാം സെറ്റ് ആയി എന്ന് പറയാം. അപ്പൊ കുറെ ഇതിന്റെ പിന്നെ നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ വീഡിയോസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ എന്താ പറയാ ചിലപ്പോ ഓരോ വീഡിയോസ് എടുക്കാൻ പോകുമ്പോഴും പറയാ അയ്യോ പിന്നെ എടുക്കാടാ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ നമുക്ക് ലാഗ് അടിപ്പിക്കലും കുറെ സമയത്ത് പോക്കും കുറെ പോസ്റ്റും കുറെ പിന്നെ എഡിറ്റ് ചെയ്യാൻ ഞാൻ അത്ര വലിയ പ്രോ എഡിറ്റർ ഒന്നല്ല. നമ്മൾ സാധാരണ തട്ടിക്കൂട്ടി എഡിറ്റിങ്ങും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പൊ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അറിയാം എന്തായാലും കഷ്ടപ്പെടാണ്ടൊന്നും എനിക്കറിയാം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ പിന്നെ കാറിന്റെയൊക്കെ നമ്മൾ കുറച്ച് നന്നായി ചെയ്തു തുടങ്ങി. അപ്പൊ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോ കുറെ ആൾക്കാരെ എന്താ പറയാ ഈ വീഡിയോസ് എടുക്കാനായിട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം എടുക്കാട്ടോ അവരുടെ നമുക്ക് സെറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആ സമയത്തും തിരക്ക് കാരണം അത് ക്യാൻസൽ ആവുക
അപ്പൊ നമുക്ക് വേറൊരു പ്ലാൻ ചെയ്ത് വെച്ചാൽ എടുക്കാന്ന് വെച്ചാൽ വ്ളോഗ് എടുക്കാന്ന് വെച്ചാൽ കാറിന്റെ എന്തെങ്കിലും ആ സാധനം പിന്നെ എടുക്കാൻ പറ്റാണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ പണികൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറെ പോസ്റ്റുകൾ അത് പറയാം, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തുടക്കം തൊട്ടൊന്നും ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്തു തരുന്ന സമയത്ത് കുറെ ആൾക്കാർ കളിയാക്കാറുണ്ട്. കളിയൊക്കെ പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഒപ്പം ഉള്ള ആൾക്കാരാണെങ്കിലും ശരി, ലൈക്ക് എടാ നീ ചിലപ്പോ നീ കുറച്ച് എന്താ പറയാ തുടക്കത്തിന്റെ ആവശ്യം കൊണ്ട് ചെയ്യണതാവും, കുറച്ച് നിർത്തും, ഇത് നിനക്ക് എന്തായാലും കാശിന് കിട്ടാൻ പോകില്ല, അല്ലെങ്കിൽ ഇത്ര ആവാൻ പോകില്ല എന്ന് കുറെ ആവും. പക്ഷെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്ര പറഞ്ഞാൽ സംഭവം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കണത്. പക്ഷെ എന്നാലും ഇത്ര സബ് വെച്ചിട്ടാണെങ്കിലും എനിക്ക് കിട്ടിയ എമൗണ്ട് ഞാൻ പറഞ്ഞില്ല, എന്നാലും ആ ഒരു എമൗണ്ട് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു എമൗണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ ഒരു സബ് ഇത്രയും ചെറിയ ഇത്രയും ഇതിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ സമയത്തൊക്കെ എന്നെ ഒരുപാട് പേര് കളിയാക്കാനാണെങ്കിലും ശരി, എടാ അത് നിങ്ങൾക്ക് വല്ല വേറെ ചെയ്തുകൂടാ, അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ ഇതിന്റെ പിന്നാലെ പോകണം, നിനക്കൊന്നും പറ്റില്ല, കുറച്ചാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ചിലപ്പോൾ ഇത് വീഡിയോസുകളൊക്കെ നിർത്തും, ആദ്യ തുടക്കത്തിന്റെ ഒരു ആവേശമാണ് അന്ന് അങ്ങനൊക്കെ പറഞ്ഞ കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പോ ആ ടൈമിലൊക്കെ എന്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ അമ്മലി, അതുപോലെ നമ്മുടെ ജിദ്ദിൻ, അതായത് എന്റെ ഒരു കസിനാണ്, അവൻ വീഡിയോസിലൊക്കെ വരാറുണ്ട്. പിന്നെ അതുപോലെ ആ വീഡിയോസ് വരാത്ത ഒരാളുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ ഞാൻ തുടക്കം തൊട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തന്ന ഒരാളുണ്ട്. എന്റെ ഫ്രണ്ട് ടോംസ് എന്നാണ് പേര്. അപ്പൊ ഇവര് 3 പേരാണ് ശരിക്കും എന്റെ ഒരു യൂട്യൂബ് എന്നുള്ള ഒരു ജേണിക്ക് ഫുൾ സപ്പോർട്ട് തന്നിട്ട്. മീൻസ് എത്ര ആൾക്കാർ കളിയൊക്കെ ഉണ്ടെങ്കിലും ശരി, അവർ പറയും അതൊന്നും പ്രശ്നമില്ലടാ, അത് നീ നോക്കണ്ട, നീ ഇങ്ങനെ ചെയ്യും. ഇപ്പൊ അമലാണെങ്കിലും ശരി, അവനോട് പറയുമ്പോൾ അതൊന്നും പ്രശ്നമില്ല, നീ ആ വീഡിയോ ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ പറയടാ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കണ്ട, നീ വന്നോളൂ എന്ന് പറയുമ്പോൾ അതിനിപ്പോ എന്താടാ ഞാൻ വരാലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ എല്ലാ കാര്യത്തിലും അതിനായിട്ട് മോട്ടിവേറ്റ് ചെയ്യണ മീൻസ് അവരാണ് എന്നെ ഇത്ര ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോ കുറെ ആൾക്കാർ എന്നെ കളിയാക്കാനും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവരുള്ളതുകൊണ്ടാണ്, ഇവരൊരു സപ്പോർട്ടും കൂടി എനിക്ക് ഭയങ്കര ഒരു വലിയൊരു എന്താ പറയാ ഇമ്പോർട്ടന്റ് കാര്യം കൂടിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്താ പറയാ ഞാൻ ഇവിടെ വരെ എത്തിയത്. അപ്പോ എനിക്ക് ഈ സമയത്ത് അവിടെ നാട്ടിലുള്ള ആയിരുന്നു ചവന്മാരോടൊക്കെ കിടന്ന് ഇതിന്റെ ഒരു നല്ലൊരു വീഡിയോസ് ഒക്കെ വേറെ സെറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന് മുന്നേ ഇതിനൊക്കെ വേണ്ടി യൂട്യൂബിന് കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതിന്റെ മെയിലും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ദുബായിക്ക് എത്തിയപ്പോഴാണ് എനിക്ക് എന്നെ കറക്റ്റ് ഈ സമയത്താണ് എനിക്ക് എന്റെ മെയിലും കാര്യങ്ങളൊക്കെ വന്നത്. നാട്ടിലില്ലാത്തൊരു പ്രശ്നമുണ്ട്, നാട്ടിലുണ്ടെങ്കിൽ അവന്മാരൊക്കെ കൂടി ഒന്ന് അടിച്ചു ഒന്നുകൂടി വിളിച്ച് നല്ലൊരു വീഡിയോ ഞാൻ വേറെ സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞാൻ എന്തായാലും തിരിച്ച് നാട്ടിലേക്ക് പോണ സമയത്ത് ഞാൻ അതിന്റെ ഒരു വീഡിയോ വേറെ ചെയ്തോളാം. അപ്പോ ഇതാണ് സംഭവം കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ എന്റെ ഒരു 4 കൊല്ലത്തെ യൂട്യൂബിന്റെ ജേണിയാണ് പറയണത്. അപ്പൊ ഇപ്പോഴാണ് 2025 ലാസ്റ്റിലാണ് എനിക്ക് എന്റെ യൂട്യൂബിന്റെ ഫസ്റ്റ് റവന്യൂ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസ്, ഞാൻ പിന്നെ ഒരു ടൈമിൽ വീഡിയോസ് ഒക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ തിരക്ക് കൊണ്ട്, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്തായാലും എത്ര തിരക്കാണെങ്കിലും ഞാൻ എന്തായാലും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് എന്താ പറയാ, എനിക്ക് ഒന്നാമത് വണ്ടിയുടെ ഇഷ്ടം കൊണ്ടാണ്, വണ്ടി അത്ര പ്രാന്തമുള്ള കാര്യമാണ് ഞാൻ യൂട്യൂബിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് തുടങ്ങിയത്. അപ്പൊ എനിക്ക് ഇതിന് കുറെ കോണ്ടാക്ട്സുകൾ കിട്ടിയിരുന്നു വണ്ടിയുടെ ഇഷ്ടം പോലെ. പിന്നെ അതുപോലെ കുറെ ആൾക്കാരെ എന്താ പറയാ വണ്ടിയുടെ എക്സ്പീരിയൻസ്, പിന്നെ വണ്ടി പണിയണതിന്റെ കാര്യങ്ങൾ കുറിച്ചിട്ട് കുറെ ആശാമാര്, അങ്ങനെ കുറെ ആൾക്കാർ എനിക്ക് ഒരു ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഈ വണ്ടിയുടെ പ്രാന്ത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയതും യൂട്യൂബ് എത്തിയതൊക്കെ. അപ്പോ എല്ലാവർക്കും ഇതിന്റെ എന്താ പറയാ എല്ലാവർക്കും ഭയങ്കര താങ്ക്സും കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്. ലൈക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പോലും അതെനിക്ക് വലിയ കാര്യമാണ്. അപ്പോ അവരുള്ളതുകൊണ്ടും ആ ഒരു സപ്പോർട്ടും പിന്നെ ഇതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോ ഈ ഫസ്റ്റ് റവന്യൂ എനിക്ക് കിട്ടിയത്. ഇപ്പൊ പറയുമ്പോൾ വലിയ ഇതൊന്നും അത്ര വലിയ കാശുണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്ര നാളെ കഷ്ടപ്പെട്ടതിന് കിട്ടിയിട്ട് നല്ലൊരു എമൗണ്ട് ആണ് കിട്ടിയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ആണ് കിട്ടിയാണ്. അപ്പോ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോ ഇനിയും അങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരും. ഇപ്പൊ നാട്ടിലല്ലാത്ത കാരണം ഇപ്പൊ ഇവിടെ ഇപ്പൊ ദുബായിലെ കാരണം മീൻസ് നമുക്ക് പിന്നെ വണ്ടിയുടെ വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, വന്നിട്ട് കുറച്ച് എത്തിയിട്ടുള്ളൂ. പതുക്കെ അതിന്റെ പ്ലാനിലുണ്ട് സെറ്റ് ചെയ്യാനായിട്ട്. ദൈവത്തിന്റെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടി സെറ്റ് ആവണമെങ്കിൽ വരും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഓരോ ഷോർട്സ് ആയിട്ട് മിനി വ്ളോഗ് പോലെ ഇട്ടുണ്ട്. അങ്ങനെ പതുക്കെ എന്നാലും വീഡിയോസിൽ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, യൂട്യൂബിൽ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെയാണ് എന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ. എത്ര തിരക്കാണെങ്കിലും ഇത് നമ്മുടെ സൈഡിൽ കൂടെ ഞാൻ സെറ്റ് ചെയ്യാനാണ് എന്റെ പ്ലാൻ. അപ്പൊ എല്ലാവർക്കും ഇത് ഇപ്പൊ ഉണ്ടായ സപ്പോർട്ട് പോലെ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിനും എല്ലാ കാര്യത്തിനും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോ എന്താ പറയാ ഭയങ്കര സന്തോഷമുണ്ട്. ഞാനിങ്ങനെ ആദ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ പൈസ കിട്ടും, അല്ലെങ്കിൽ ഒരു പൈസ അല്ലെങ്കിൽ പോലും ലൈക്ക് ഈ വണ്ടികളുടെ ഇത് പിന്നെ നടന്നിട്ട് എനിക്ക് കിട്ടിയ കുറെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഇഷ്ടംപോലെ വണ്ടി, ചിന്തിക്കാൻ പറ്റാത്ത അധികം വണ്ടികൾ ഇപ്പോൾ ഓടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്താ പറയാ കോണ്ടാക്ട്സുകൾ കാര്യങ്ങള് എല്ലാ കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്, യൂട്യൂബിൽ നിന്നാണ് കിട്ടിയത്. വീഡിയോസ് എടുക്കാൻ പോയിട്ടാണെങ്കിലും പിന്നെ കുറെ ആൾക്കാർ എക്സ്പീരിയൻസ് എല്ലാം, അതായത് ഇപ്പൊ പല വണ്ടികളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ നമ്മളൊരു യൂസർ എടുക്കാൻ പോവാണെങ്കിൽ അതിന് മുന്നേ നമ്മൾ കുറെ കാര്യം സംസാരിക്കും. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിവുകൾ കുറെ കിട്ടാനൊക്കെ പറ്റിയത് യൂട്യൂബിൽ നിന്നാണ്. അപ്പോ എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര എന്താ പറയാ ഹാപ്പിയാണ്. അപ്പോ ഇനി അങ്ങോട്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകും പ്രതീക്ഷിക്കണം. അപ്പോ ഒരുപാട് ഇനിയാണ് പരിചയം കിട്ടുന്നില്ല, ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിൽ വരണതാണ്. ഈ ഒരു സന്തോഷം എനിക്ക് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യാൻ തോന്നി. നമുക്ക് പറ്റും എന്നുള്ളതാണ്. എത്ര കളിയാക്കിയാലും ഒരു പ്രശ്നമൊന്നുമില്ല, കളിയാക്കുന്നവരുടെ കളിയാക്കോട്ടെ എന്ന് എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. എനിക്കൊരു പ്രശ്നമില്ല, കാരണം എനിക്ക് തുടക്കത്തിൽ അവരാണ് 3 പേരാണ് എനിക്ക് നന്നായി സപ്പോർട്ട് ചെയ്തത്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ കൂടുന്ന ആൾക്കാർ ഇഷ്ടംപോലെ കളിയൊക്കെയുണ്ട്. അതായത്
കുറെ വീഡിയോസിന് മുമ്പ് നിങ്ങൾ പ്രാന്തണ്ട വീഡിയോ പോകാൻ അല്ലെങ്കിൽ അങ്ങനെ കുറെ വീഡിയോ കളിയാക്കിയിട്ടുണ്ട്. അപ്പോ എന്റെ കൂട്ടുകാരന്മാരും അതുപോലെ എന്റെ വീട്ടുകാരും ഫാമിലിയൊക്കെയാണ് നല്ല ഇവിടെ എത്തിയത്. ഫാമിലി ആണെങ്കിലും ശരി എന്റെ കൂട്ടുകാരന്മാരും. അപ്പൊ എല്ലാവരോടും ഞാൻ ഭയങ്കരമായിട്ട് താങ്ക്സും ഭയങ്കര ഇത് പറയാണ്. അപ്പൊ എല്ലാവരും ഇനി അങ്ങോട്ട് സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ ഇനി അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം നമ്മുടെ ഈ വീഡിയോ. ആ ഒരു ചെറിയൊരു സംഭവമാണ്, നമ്മളൊരു ഹാപ്പിനെസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇഷ്ടമുള്ള എല്ലാവരും ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല വ്ളോഗായിട്ട് നമ്മുടെ ചാനൽ വരുന്നതാണ്.